സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നമ്മുടെ ഈ ചാനൽ, ഈ വീഡിയോ ജനുവരി 1-ാം തീയതിയാണ്. ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനുവരി 1 മുതൽ ഇതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 84 വീഡിയോസ് ഇതുവരെയായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിനകത്ത് 644 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു വർഷം കൊണ്ട് ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സാണ്. പക്ഷേ ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് അത് 1661 സബ്സ്ക്രൈബേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും 1000 പേര് പുതിയതായി വന്നിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. അതേപോലെ ഇതിനകത്ത് വരുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പുതിയ ടോപ്പിക്സ് കൊണ്ടുവരേണ്ടത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 99% ഞങ്ങളത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ഒരു വലിയ വിജയത്തിലേക്ക് ഈ ചാനലിനെ കൊണ്ടെത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ ഇതിനകത്തുള്ള അതായത് പഠനാർത്ഥമായ കണ്ടന്റുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്ത് വലയത്തിലും ഷെയർ ചെയ്തിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അഥവാ സ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ഇന്ന് എല്ലാ മാസവും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു നറുക്കെടുപ്പ് നടക്കാറുണ്ട്. അതിനകത്ത് 3 വിജയികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ആ വിജയികൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഫോറവർ, അയാൾ എത്ര കാലം ഗ്രൂപ്പിൽ നിൽക്കുന്നു അത്രയും കാലം 50% ഫീ ഡിസ്കൗണ്ട്. പിന്നെ മറ്റൊരാൾക്ക് എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ്. മറ്റൊരാൾക്ക് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം സമ്മാനമായി കൊടുക്കുന്ന പരിപാടി. അങ്ങനെ 3 പരിപാടികളിൽ ഇന്ന് വിജയികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ വിജയികൾ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ബുക്ക് ക്ലബിൽ വിന്നറായി വന്നിരിക്കുന്നത് പ്രജി ടി എന്ന സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റിച്ച് ഡാഡ് പോർ ഡാഡ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ മലയാളം വേർഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കൊറിയർ വഴി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രജി, കൺഗ്രാജുലേഷൻസ്. രണ്ടാമതായിട്ട് ഗോൾഡ് മെമ്പർഷിപ്പാണ്. ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ എത്ര കാലം തുടരുന്നുണ്ടോ അത്രയും കാലം 50% ഫീ ഡിസ്കൗണ്ട് കിട്ടുന്ന വലിയൊരു പാക്കേജാണിത്. അപ്പോൾ എല്ലാ മാസവും ഓരോരുത്തരും ഞങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഈ മാസം വിജയിയായി വന്നിരിക്കുന്നത് വിനയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ട്രേഡറാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് മാർച്ച് മാസത്തിലെയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഇത് നടക്കാറുണ്ട്. 31-ാം തീയതിയാണ് ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് 1 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ വിന്നറായി വന്നിരിക്കുന്നത് റോമി പി ദേവസ്യ എന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ട്രേഡറാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള. അപ്പോൾ എല്ലാവിധ ആശംസകളും റോമി. അപ്പോൾ ഇത്രയാണ് വിജയികൾ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് 2023 ഏപ്രിൽ 10 തിങ്കളാഴ്ച, ഒരു ആഴ്ച തുടങ്ങുന്ന ഒരു ദിവസമാണ്. ഈ ആഴ്ച നമുക്കൊരു അവധി ദിവസം വരുന്നുണ്ട്, വെള്ളിയാഴ്ച 14-ാം തീയതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,599 നിന്നും 36 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,634 ഇന്ന് ആരംഭിച്ചത്. 17,694 ഡേ ഹൈയും 17,597 ഡേ ലോയും വന്നത് വഴി 96 പോയിന്റിൻ്റെ അഥവാ 0.55% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 17,634 നിന്നും 10 പോയിന്റ് നഷ്ടത്തിൽ 17,624 ഒരു ഡോജി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിച്ചു. 17,624 മാർക്കറ്റ് അവസാനിച്ചു. ബാങ്ക് നിഫ്റ്റി 41,041 ഇന്നലെ അവസാനിച്ചത്. അവിടെ നിന്ന് 75 പോയിന്റ് ഗ്യാപ്പോട് കൂടി 41,116 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ വന്നിരിക്കുന്നത് 41,139, ഡേ ലോ 40,727 ഇന്ന് വന്നിരിക്കുന്നത്. എന്തായാലും 412 പോയിന്റിന്റെ അഥവാ 1% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 41,116 നിന്നും 281 പോയിന്റ് നഷ്ടത്തിൽ 40,834 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച് 17,462 നിന്നും 25 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,487 ഇന്ന് ആരംഭിച്ചത്. 18,493 ഡേ ഹൈയും 18,348 ഡേ ലോയും വന്നത് വഴി 145 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,487 നിന്നും 96 പോയിന്റ് നഷ്ടത്തോടുകൂടി 18,390 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ദ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന 11.8 അവിടെ നിന്ന് 3.98% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 12.27 ഇന്ന് 3.98% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട്
12.27 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് 12.56, ഡേ ലോ വന്നിരിക്കുന്നത് 11.8. 11ൻ്റെ താഴെ വരുമ്പോൾ മാത്രമാണ് നമുക്കൊന്ന് കെയർഫുൾ ആവാനുള്ളത്. വൊളാറ്റിലിറ്റി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാവില്ല. വൺ സൈഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ നല്ല സ്മൂത്ത് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. വൊളാറ്റിലിറ്റി കൂടുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്ന ഒരു ഭയങ്കരമായിട്ട് മുകളിലോട്ടും താഴോട്ടും പോകുന്ന ഒരു പ്രതിഭാസമാണ് ഉണ്ടാവാറുള്ളത്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം. ഇതിൽ കുറേ സ്റ്റോക്കുകൾ വിപ്രോ, ടാറ്റ മോട്ടോഴ്സ്, REC ലിമിറ്റഡ്, PFC, ONGC, ഗ്രാസിം, ആസ്റ്റർ DM, അദാനി എൻ്റർപ്രൈസ്, ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ICICI പ്രൂലിയാണ് നഷ്ടമുണ്ടാക്കിയ ഒരേ ഒരു സ്റ്റോക്ക് ഈ കൂട്ടത്തിൽ. 2% കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സ്റ്റോക്ക്, അത് 2.05% നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4058 കോടിയുടെ ബൈങ്ങും 3175 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 888 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 7061 കോടിയുടെ ബൈങ്ങും 6709 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 352 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1235 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത്. 1235 കോടി രൂപ മാർക്കറ്റിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എവിടെയും കണ്ടില്ല എന്നുള്ളത് സത്യമാണ്. നാളെ നമുക്ക് മിക്കവാറും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 2777 രൂപ, അഥവാ 2.77% ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഈ ട്രേഡിങ്ങിൽ ഇത് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 6% അബവ് പ്രോഫിറ്റ് പോയിരുന്നു. പിന്നീട് 1-2 ട്രേഡുകളിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത് വഴി 2.77%-ലേക്ക് എത്തിയതാണ്. 7 ട്രേഡുകളാണ് ഇന്നെടുത്തത്. പിന്നെ ഇതുവരെയായിട്ട് ഈ മാസം ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ 40,398 രൂപയുടെ പ്രോഫിറ്റാണ് ഇതുവരെയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ ലെവൽസ് നോക്കാം. ലെവൽസ് അടിപൊളിയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ആക്യുറേറ്റ് ആയിട്ട് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലാണ്. അതായത് R1-ലാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. അവിടെ റേഞ്ച് ബൗണ്ട് ആയിരുന്നു. മോർണിംഗിൽ പക്ക ഒരു റേഞ്ച് ബൗണ്ട്, എങ്ങോട്ടും ഇല്ലാതെ ജസ്റ്റ് ഒരു ലോ അപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്വിങ് ഉണ്ടാക്കി. പിന്നീട് ഈ ഒരു ബ്രേക്ക്ഔട്ടിലാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റ് വരെ മാർക്കറ്റ് പോയത്. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം, എക്സാക്ട്ലി ആക്യുറേറ്റ് ആയിട്ടാണ് അത് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് എക്സാക്റ്റ് നമ്മുടെ ഒരു ലെവലിൽ വന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി വന്നു. അതായത് സിംപ്ലി ഒരു എന്താ പറയുക, വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത, എന്നാൽ അതേ സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുകയും ചെയ്തു. ഇനി ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം ആണ് അവസ്ഥ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ബ്രേക്ക്ഔട്ട് ലെവലിൽ നിന്നും മുകളിലോട്ട് പോവാതെ അത് താഴോട്ട് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. നമുക്ക് പുട്ട് ലെവലിലേക്കാണ് ഇന്ന് കൂടുതലും ടാർഗറ്റ് കിട്ടിയത്. കണ്ടില്ല, എക്സാക്റ്റ് അത് എവിടെയാണ് പോയി അവസാനിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആ ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വീണ്ടും വീണ്ടും പറയുന്നത്. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് ഈ ഒരു ലെവലിനെ അത് വന്ന് അവിടെ ടച്ച് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവേഴ്സലായി. അതേപോലെ ഈ ബ്രേക്ക്ഔട്ട് ലെവലിൽ നമ്മൾ നോ ട്രേഡ് സോണിൽ ട്രേഡ് എടുക്കാറില്ല. ഇവിടെ നിന്ന് വൺസ് അത് ബ്രേക്ക് ചെയ്തപ്പോൾ എക്സാക്ട്ലി ഇവിടെ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, നേരെ അടുത്ത ടാർഗറ്റിലേക്ക് വന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ. വളരെ ഈസി ട്രേഡ് ആയിരുന്നു. നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. ഈ റാസ് ലെവൽസ് മാത്രം വെച്ച് ട്രേഡ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാണ് ഇപ്പോൾ നായകന്മാരായിട്ട് നടക്കുന്നത്. കാരണം അവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഓരോ ദിവസവും മിനിമം 27% ഒക്കെയാണ് ഓരോരുത്തരുടെ ആവറേജ് വരുന്ന ഒരു ദിവസത്തെ പ്രോഫിറ്റ്. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് എല്ലാ ദിവസവും അടിക്കാറുണ്ട്. പക്ഷേ ഒരു ട്രേഡ് സക്സസ്ഫുൾ ആയാൽ 3-4 സ്റ്റോപ്പ് ലോസ് അടിച്ചതൊക്കെ കവറപ്പായിട്ട് അങ്ങ് പോകും. അതാണ് റാസ് ലെവൽസിൻ്റെ ഒരു പ്രത്യേകത. ഇനി നിഫ്റ്റി ആണെങ്കിലും എന്താ പറയുക, നോ ട്രേഡ് സോണിൽ ഓപ്പണായി അത് മുകളിലോട്ട് കയറി വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നു. അത് തന്നെയുള്ള വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. നമുക്കിനി ഇന്നത്തെ മാർക്കറ്റ് പാറ്റേൺസ് നോക്കാം. ചാർട്ട് പാറ്റേൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരല്പം കെയർഫുള്ളായിട്ട് ഈ മാർക്കറ്റിനെ നമ്മൾ ഒന്ന് നോക്കി കാണണം. മാർക്കറ്റ് ലോവർ ലെവലിൽ നമുക്ക് 16,840 സപ്പോർട്ട് എടുത്തിട്ട് സ്ട്രൈറ്റ് അവ കയറി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇപ്പോൾ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു കഥയാണ് പറയുന്നത്. 99% നാളെ വരാനുള്ള ഒരു ക്യാൻഡിൽ ഈ രീതിയിലായിരിക്കും. ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് മിക്കവാറും നാളെ ചൊവ്വാഴ്ച നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ റെഡ് ക്യാൻഡിലെ ലോ കട്ട് ചെയ്ത് അതിൻ്റെ താഴെയായിട്ട് ഒരു റെഡ് ക്യാൻഡിലാണ് നമുക്ക് നാളെ കിട്ടാനുള്ളത്. ഇനി റെയർ കേസിൽ സംഭവിക്കാം, മാർക്കറ്റാണ് എന്ത് സംഭവിക്കാം, റെയർ കേസിൽ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ഫോർമേഷൻ വരാനും സാധ്യതയുണ്ട്. അതിൻ്റെ വിക്ക് വന്നിട്ട് ഈ യെല്ലോ ലൈനിൽ ടച്ച് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 99% ഈ താഴോട്ട് വരാനാണ് സാധ്യത. ഇനി റെയർ കേസിൽ മുകളിലോട്ട് പോയില്ല എന്നും പറയുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ഏകദേശം ഒരു ഫുൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റ് ഇനി താഴോട്ട് ഇറങ്ങി വരണം.
ഏറ്റവും ചുരുങ്ങിയത് മാർക്കറ്റ് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ മുകളിൽ പൊങ്ങിപ്പോയേക്കാം, അല്ലെങ്കിൽ താഴോട്ട് പോയേക്കാം. പക്ഷേ ഇത് ഇനി ഇവിടുന്ന് മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ചാടിക്കടക്കുക, അതായത് 17,718 ചാടിക്കടന്ന് മുകളിലോട്ട് പോയാൽ മാത്രമേ അതിന് അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നോർമൽ ഇതുപോലെ ഒരു നോർമൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 17,718 ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് തന്നെ വരും. ഇപ്പം നാളെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മാർക്കറ്റ് താഴോട്ട് പോകാനാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ക്ലിയർ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ. ഇതുണ്ടല്ലോ നമ്മുടെ റെസിസ്റ്റൻസ് പോയിന്റ് 41,141. അതിന് ഇന്നലെ ഒന്ന് കടക്കാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു, പക്ഷേ റിജക്ഷൻ വന്നിട്ട് താഴോട്ട് തന്നെ ഇറങ്ങി വന്നു. ഇന്നും അതേപോലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒന്ന് ചാടിക്കിടക്കാൻ നോക്കി, പക്ഷേ വിജയിച്ചില്ല. ഇൻട്രാഡേ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളത് ബെയറിഷ് ആയിരുന്നു. മാർക്കറ്റിനെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ട് ഇത് ഈ 3 ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഒന്നിനെ വിഴുങ്ങുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു 2 ഗ്രീൻ ക്യാൻഡിലിനെ വിഴുങ്ങുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഉള്ളത്. സോ ഇതിന് ആസ് പെർ ടെക്നിക്കൽ ന്യൂസിൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ നാളെ ക്യാൻഡിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്താ പറയുക, റെയർ കേസ് സിനാരിയോ വന്നു കഴിഞ്ഞാൽ ഈ ഹൈ കട്ട് ചെയ്ത് പോയാൽ, ഇതിൻ്റെ പ്രീവിയസ് ഡേയുടെ ഹൈ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പം ഒരു ബുള്ളിഷ് ട്രെൻഡ് സർവൈവ് ചെയ്യും. അല്ലെങ്കിൽ 99% മാർക്കറ്റ് ഇവിടെ നിൽക്കില്ല, ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നീട് തീരുമാനിക്കും മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇനി നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സിമിലർ സിനാരിയോ തന്നെയാണ് കാഴ്ചവയ്ക്കുന്നത്. ഇവിടെ ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ഇവിടെ എന്താ പറയുക, നമ്മുടെ 16,363 ലെവലിൻ്റെ മുകളിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഫിൻ നിഫ്റ്റി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് അല്ല നിഫ്റ്റി പോലെ. സോ നമുക്കതിനെ ഒരുപാട് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ പുറകെ ഫിൻ നിഫ്റ്റി പോകും എന്നുള്ളതാണ് ഇതുവരെയും കണ്ടിട്ടുള്ള ഒരു പ്രവണത. സോ എല്ലാവരും എന്താ പറയുക, ഈ ചാനലിൽ നിന്ന് സപ്പോർട്ടിന് വീണ്ടും നന്ദി പറയുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീണ്ടും ഷെയർ ചെയ്യുക. എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകളിൽ പല സജഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ അവരൊക്കെ പറയുന്ന കാര്യമാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം, അതേപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഇതൊക്കെ എനിക്കത് ശീലമില്ലാത്ത പരിപാടികളാണ്. കാരണം ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഒരു വർത്താണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാനായാലും നിങ്ങളായാലും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. കാരണം നെക്സ്റ്റ് വരുന്ന വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തൂടെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലും വലിയ അർത്ഥമില്ല. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്ക്, ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു വെരി മച്ച്.